അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. സോ ഞാനൊരു ഗീവ് അവേ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഗീവ് അവേ ആയിരുന്നു. ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇട്ടിട്ടുള്ളൊരു ഗീവ് അവേ ആയിരുന്നു. അതിൽ ഞാൻ ഇന്നലെ നമ്മളുടെ ഗീവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ആൾക്ക് അത് റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ വിന്നർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെക്ക് ചെയ്തത് ആൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതെൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്കാണ്, അത് സമ്മതിക്കുന്നുണ്ട്. അപ്പം ആളിത് ഫോളോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക്, കാരണം ഫോളോ ചെയ്ത വേറെ കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പം അവർ നിൽക്കുമ്പം ഫോളോ ചെയ്യാത്തൊരാൾക്ക് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ സെലക്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി കമൻറ്റ് പിക്കർ വഴി യൂസ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കമൻറ്റ് പിക്കറൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഞാൻ കോപ്പി ചെയ്ത് കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റാൻഡ് ഒരു കമൻറ്റ് ഇതിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നതിൻ്റെയും അതേപോലെ ഫോളോ ചെയ്തേക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആവണം. ഞാൻ ഈ വിന്നർ അനൗൺസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത് എന്താ പറയുക, റൂൾസ് ഫോളോ ചെയ്യാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും വിന്നറായിട്ട് എടുക്കില്ല. കാരണം ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ മണ്ടന്മാരായി പോകുമല്ലോ, അതുകൊണ്ട് മാത്രമാണ്. സോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളെനിക്ക് ഇൻസ്റ്റഗ്രാം മെസ്സേജ് അയയ്ക്കുക. ഇപ്പം ഞാൻ അനൗൺസ് ചെയ്യുന്ന ആളെനിക്ക് ഒരു ഇപ്പോൾ സമയം, ഞാനിപ്പോൾ ഇത് വീഡിയോ എപ്പോഴും ഇടുന്നത് അപ്ലോഡ് ആകുന്നതെന്ന് അറിയില്ല, ഒരു 24 hours എനിക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാവണം. അയച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആളെ ചൂസ് ചെയ്തിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലായിരിക്കും ഞാൻ ആ വീഡിയോ ഇടുന്നത്. കാരണം ഡെയിലി വന്നിട്ടിങ്ങനെ വീഡിയോ ഇന്നാൾ വിന്നർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റിലായിരിക്കും വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്, എനിക്കത് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി. അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടിയുടെ സാഹചര്യം കൊണ്ടായിരിക്കും മേ ബി ചെയ്യാഞ്ഞത്, കുഴപ്പമില്ല. പക്ഷേ എനിക്കിങ്ങനെ ചെയ്ത ആൾക്കാരെ ചൂസ് ചെയ്യാതെ ചെയ്തുകൊണ്ടൊരു എനിക്കൊരു മനസ്സിലൊരു ബുദ്ധിമുട്ട് വന്നു. പിന്നെ ഒരു കാര്യം ഇടാം, ഇത് വളരെ ചെറിയൊരു ചാനലാണ്, കുറച്ച് 100 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടാണ് വളരെ ചെറിയ ഗിഫ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്, വളരെ വളരെ ചെറിയ ഗിഫ്റ്റാണ്. ചിലപ്പോൾ നിങ്ങൾക്കിതൊരു എന്താ പറയുക, ഇതാണോ എന്നുള്ളൊരു ഇത് തോന്നും, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വേണ്ട, വേറെ പ്രൊഡക്റ്റ് വേണം എന്നൊക്കെ തോന്നും. സോ നിങ്ങളപ്പം ചേച്ചി എനിക്കിത് വേണ്ട, അതല്ലെങ്കിൽ എനിക്കത് വേണം എന്നൊക്കെ പറയരുത്. കാരണം ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരുങ്ങി വെച്ചിട്ടുള്ളത്. അപ്പം അതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പ്ലീസ് അങ്ങനെ എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കരുത്. അതേപോലെ അപ്പോൾ ഞാൻ വീഡിയോ 3 മിനിറ്റ് കൂടുതലായതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ കമൻറ്റാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്, കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഹന ഫാത്തിമ എന്ന് പറഞ്ഞ ആളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വിത്തിൻ 24 hours. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആളെ ചൂസ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് റൂൾ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഞാൻ അനൗൺസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വാലിഡായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. സോ ഗീസ് അത്രയേ ഉള്ളൂ. ആൻഡ് ഐ എം റിയലി സോറി അബൌട്ട് ദിസ്, ബിക്കോസ് എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. ഫസ്റ്റ് ടൈം ആയിട്ടുള്ളൊരു ഇതായതുകൊണ്ട്, ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു ഗീവ് അവേ ആയതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ ഗീസ്, ബൈ.